ദേശവിശേഷം. ഒരുപാട് വ്യത്യസ്ത സ്ഥലപ്പേരുകളുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല. അവിടെ ഈ അരിവാപ്പുലം ഗ്രാമപഞ്ചായത്തിൽ രാധപ്പടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. രാധപ്പടി, ഈ രാധപ്പടി കേവലം ഒരു സ്ഥലപ്പേരെന്നതിനപ്പുറം ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്ക് നാട് നൽകിയ അംഗീകാരം കൂടിയാണ് ഈ രാധപ്പടി എന്ന പേര്. എന്തുകൊണ്ട് രാധപ്പടി? ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിക്ക് സമീപം രാധപ്പടി ജംഗ്ഷനിലാണ്. അരിവാപ്പുലം ഗ്രാമപഞ്ചായത്തിൽ ഈ സ്ഥലത്തിനെങ്ങനെ രാധപ്പടി എന്ന പേര് വന്നു? അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. 45 വർഷങ്ങൾക്ക് മുമ്പാണ് ഹരിപ്പാട് കരുവാറ്റ സ്വദേശിനി രാധ ജോലി സംബന്ധമായി കോന്നിയിലേക്ക് എത്തുന്നത്. അന്ന് വനനിബിഡമായിരുന്നു പ്രദേശം. ഉൾക്കാട്ടിലുൾപ്പെടെ പോയി ചികിത്സിക്കണം. പത്രപരസ്യം കണ്ടാണ് 21ാം വയസ്സിൽ സർക്കാർ അംഗീകാരമുണ്ടായിരുന്ന നഴ്സായ രാധ ജോലിക്കെത്തിയത്. അങ്ങനെ ഇന്നത്തെ രാധപ്പടിയിലെ ഡിസ്പെൻസറിയിൽ ജോലി ആരംഭിച്ചു. കാര്യമായി ആശുപത്രികളിലായിരുന്ന പ്രദേശത്ത് ഏകാശ്രയം രാധ നഴ്സായിരുന്നു. ജനങ്ങൾക്കെല്ലാം വലിയ ഉപകാരമുള്ള ഒരു നഴ്സായിരുന്നു. പണ്ടുകാലത്ത് ഡോക്ടർമാർ കുറവുള്ള സമയത്ത് പ്രസവം അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം വീടുകളിൽ പോയി പോലും എടുക്കുന്ന ഒരു നേഴ്സായിരുന്നു രാധ നേഴ്സ്. അപ്പോൾ അങ്ങനെയാണ് ഈ രാധപ്പടിക്ക് ഈ റോഡിന്, ഈ കൊല്ലമ്പടി അതിരങ്കൽ റോഡിന് രാധപ്പടി എന്നുള്ള പേര് വീഴാൻ കാര്യവും. തൻ്റെ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും അവർ ഇന്നാട്ടിലെ ജനങ്ങൾക്കായി മാറ്റിവെച്ചു. അങ്ങനെ അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിലെ പേരില്ലാ സ്ഥലം രാധപ്പടിയായി. ആളുകൾക്ക് ആതുര ശുശ്രൂഷ രംഗത്ത് ഏക മാർഗം എന്നുള്ളത് ഈ രാധ എന്ന് പറയുന്ന നേഴ്സിൻ്റെ രാധയമ്മയുടെ സേവനമായിരുന്നു. ഈ സമീപ മേഖലകളിലെ എല്ലാ ആളുകളുടെ എല്ലാ ചികിത്സാ കാര്യങ്ങളും നിർവഹിച്ചു കൊണ്ടിരുന്നത് രാധയമ്മയായിരുന്നു. വർഷം ഒരുപാട് കഴിഞ്ഞെങ്കിലും രാധ നേഴ്സിനെയും അവരുടെ സേവനങ്ങളെയും ഈ നാട് ഓർത്തുകൊണ്ടേയിരിക്കുന്നു. സ്വന്തമായി സ്ഥലപ്പേരുള്ള രാധ നേഴ്സിനിപ്പോൾ വയസ്സ് 86. ചെങ്ങന്നൂരിൽ മകൾക്കൊപ്പമാണ് താമസം. രാധപ്പടി പോലെ വ്യത്യസ്ത പേരുകളുള്ള ഒരുപിടി സ്ഥലങ്ങൾ ഇനിയും പത്തനംതിട്ടയിലുണ്ട്. അവ വരും ദിവസങ്ങളിൽ പരിചയപ്പെടാം. അനു ഉള്ളവള്ളൂരിനും ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനുമൊപ്പം AB ജയശങ്കർ, 24 പത്തനംതിട്ട.